മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ പില്ലർ, അതേപോലെ അണ്ടർപാസോ ഒന്നും കൊടുത്തൊന്നും കാണുന്നില്ല. ഇവിടെ വലിയൊരു എതിരെ ഒരു റോഡ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാളിക്കടവ് വരുന്ന ഒരു അണ്ടർപാസ്, മണ്ണെടുത്ത് ലെവൽ ചെയ്ത് വരുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് വാൾ കൊടുത്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് വാളിൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്ലോ ആണ് ഈ വർക്കൊക്കെ. ഇതൊക്കെ ഈ 2 മാസം മുന്നേ വന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. മണ്ണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്താണ്. ഇവിടുന്ന് നമ്മൾ വെങ്ങളം, മലാപ്പറമ്പ് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ മലാപ്പറമ്പ് വെങ്ങളം ഭാഗത്തേക്ക് ആണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ വരുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമുക്ക് കാണാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഹൈലൈറ്റ് മാളിന് മുന്നിൽ വരുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ഇനി മുകളിലൂടെ നമ്മൾ മുന്നോട്ടുള്ള യാത്രയാണ്. ഇവിടെ നമുക്ക് കാണാം ഇവിടെ വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. നമ്മളിനി മുന്നോട്ടുള്ള യാത്രകളാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഹൈവേൻ്റെ വർക്ക് വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞൊരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. വളരെ വേഗത്തിലാണ് വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുള്ളത്. ആളുകൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ഇപ്പോൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മൂളക്കം മാത്രമാണ് കേൾക്കുന്നത്. വാഹനങ്ങളുടെ അത്രയ്ക്ക് സ്പീഡിലാണ് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, അത് വെക്കുന്നത് വരേക്കും ആളുകൾ വളരെ സ്പീഡ് കൂടിയാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. വന്നിട്ടുള്ളത് പച്ചക്കൽ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിൽ ഇവിടെ എന്താ ഇങ്ങനെ ഇട്ടത് എന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു ഫ്ലൈ ഓവറോ അതേപോലെ അണ്ടർപാസോ ഒന്നും കൊടുത്തൊന്നും കാണുന്നില്ല. ഇവിടെ വലിയൊരു എതിരെ ഒരു റോഡ് വരുന്നുണ്ട്. നമുക്ക് കാണാം ഈ സൈഡിലൂടെ ഒരു റോഡുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. ഈ ജംഗ്ഷനിൽ എന്താണ് ഇനി വരിക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. സിഗ്നൽ വന്നാൽ നമ്മുടെ ഹൈവേയുടെ യാത്രയിൽ അതൊരു സമയം നഷ്ടമൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജംഗ്ഷനാകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു അണ്ടർപാസോ ഫ്ലൈ ഓവർപാസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരേണ്ടതായിരുന്നു. ഒന്നും വന്നിട്ടില്ല. ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കുറച്ച് മുന്നേ നമ്മൾ തൊണ്ടയാട് ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തും ഇതുപോലെ ഒരു ഭാഗത്ത് ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ആ ഭാഗത്തും എന്താണെന്ന് അറിയില്ല. അവിടെയൊക്കെ സിഗ്നലാണ് കൊടുക്കാൻ സാധ്യത ഉള്ളത് തോന്നുന്നത്. എന്താണെന്ന് ഇങ്ങനെ വിട്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ മലപ്പുറം ഭാഗത്തൊന്നും ഇങ്ങനെയുള്ള ഒരു ജംഗ്ഷനുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു വലിയ ഗ്യാപ്പായി വെച്ച് കാണാം. ക്രാഷ് ബാരിയറുകളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇനിയുള്ള അടുത്ത വീഡിയോയിലൊക്കെ കാണാം. എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതോ ഇവിടെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് ഇതിങ്ങനെ അടക്കോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്, അതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളതാണോ എന്ന് അറിയില്ല. കുറച്ചപ്പുറത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ. മലപ്പറമ്പ് ഭാഗത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സർവീസ് റോഡും കാണുന്നില്ല. ഇവിടെ നമുക്ക് കാണാം ഒരു കടയാണ് കാണുന്നത്. ഈ സൈഡിൽ റോഡ് അവസാനിച്ച ഒരു ഭാഗമായിട്ടും കാണാം നമുക്ക്.
എന്താണെന്ന് അറിയില്ല. ഈ ഭാഗത്തൊന്നും ഇങ്ങനെയൊന്നും കാണുന്നില്ല. സർവീസ് റോഡിൻ്റെ ഒരു സ്ഥലം എടുത്തതും വർക്കൊന്നും കാണുന്നില്ല. മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് വന്നിട്ടുള്ളത്. ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് എന്തൊക്കെയോ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ നമുക്ക്. ഇതാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കുള്ള റോഡ് അങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഭാഗത്തുള്ള വർക്കുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. ഈ ഭാഗത്തൂടെ അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ പില്ലർ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണ് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുറേ മണ്ണ് കൂടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ റോഡിൻ്റെ ലെവലിലേക്ക് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പഴയ റോഡിലൂടെ വാഹനങ്ങൾ ഇതാ പോകുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ടാണ് ഹൈവേൻ്റെ ലെവലിലേക്ക് മണ്ണ് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടിയൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാം മണ്ണെടുത്ത് ലെവൽ ചെയ്ത് വരുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് വാൾ കൊടുത്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് വാളിൻ്റെ ആ ലെവലിലേക്കാണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല വീതിയിൽ മണ്ണെടുത്ത് പോയത് കാണാം നമുക്ക്. ഒരു പാറയല്ല, ഒരു ചവിടിയല്ല, അങ്ങനത്തെ പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റിയ ഒരു മണ്ണ് തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള മണ്ണല്ല. ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ വരുന്ന ഒരു ഓവർപാസ്. അതിൻ്റെ വർക്ക് നടക്കുന്നത്. കോൺക്രീറ്റിൻ്റെ വാള് ഒക്കെ കൊടുക്കുന്ന ബീമുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വർക്കുകളിന് വേണ്ടിയുള്ള കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഈ ഹൈവേയിൽ ഇപ്പോൾ വലിയൊരു ജംഗ്ഷനിൽ ഈ കൂടുതൽ വർക്ക് നടക്കുന്ന ഒരു ഭാഗം ഈ മലാപ്പറമ്പ് ജംഗ്ഷനിലാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചെറിയ തോതിലുള്ള വർക്കുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തും കുറേ ഭാഗത്ത് മണ്ണിട്ട് പൊക്കുന്ന ഒരു വർക്കൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ വേങ്ങേരി ഭാഗത്താണ്. വേങ്ങേരി ഭാഗത്ത് ഒരു ഓവർപാസ് ഉണ്ട്. ഓവർപാസിൻ്റെ ഒരു സൈഡിൽ ഇപ്പോഴും വർക്ക് നടന്നിട്ടില്ല. ഇത് മാസങ്ങളോളമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ടേനെ 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ
സൈഡിൽ കോൺക്രീറ്റ് വാൾ കൊടുക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ, റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ പൈപ്പ് ലൈൻ വർക്ക്, വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് നമ്മൾ കുറേ മുന്നുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. നിങ്ങൾ ഇനി കണ്ടെക്കണോ അറിയില്ല. അപ്പോൾ അതിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വേങ്ങേരി ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഫ്ലൈ ഓവറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വർക്ക് ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിച്ചത് കാണാം. ഇവിടെ സൈഡിൽ വരെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കാണാം മറ്റ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭാഗത്ത് പോലെയല്ല ഇവിടുത്തെ ഒരു കട്ട വെച്ചുള്ള വർക്ക്. അതൊരു വേറെ ഡിസൈൻ തന്നെയാണ് നമുക്ക് കാണാം. അതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും ഒരു വേറൊരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓവർപാസിൻ്റെ വർക്ക് അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഓവർപാസിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് ആ സൈഡിലുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ വാർപ്പ് ചെയ്യുന്നതിന് മുന്നോടിയുള്ള വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മാളിക്കടവ് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ആ ഭാഗത്തേക്ക് പോകാം. ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും നിർത്തി വീഡിയോയെക്കുറിച്ച് സ്ഥലത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഭാഗം നമുക്കിങ്ങനെ യാത്ര ചെയ്തിട്ട് കാണാം വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക, അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാളിക്കടവ് വരുന്ന ഒരു അണ്ടർപാസ്. നമ്മുടെ ബാലുശ്ശേരി കക്കോടി ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷൻ കൂടെയാണ്. ഇവിടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ല് ചെയ്ത് റോഡിൻ്റെ സൈഡിൽ കട്ട വെച്ചുള്ള വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ആ ഭാഗത്തേക്കുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്ലോ ആണ് ഈ വർക്കൊക്കെ. ഇതൊക്കെ ഈ 2 മാസം മുന്നേ വന്നപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ്. അതിൻ്റെ ഒരു തുടക്കം കുറച്ച് ഭാഗത്ത് അപ്പുറത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ട് വരുമ്പോൾ കാണാം. ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇവിടെ മണ്ണൊക്കെ ലെവൽ ചെയ്തുകൊണ്ട് കട്ട വെച്ചുള്ള വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. അതുകൊണ്ട് സ്ത്രീകളും ഉണ്ട് തോന്നുന്നുണ്ട് വർക്ക് ചെയ്യാൻ. അവിടെ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഈ നെറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ളത്. അവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ജംഗ്ഷനിൽ ഉള്ളൊരു വർക്ക് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് വന്ന് മാളിക്കടവ് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഹിറ്റാച്ചിക്ക് ഡീസൽ അടിക്കുന്ന ഒരു കാഴ്ചയാണ്.
അപ്പോൾ ഇവിടുന്ന് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ കാണിച്ചത്. ബാക്കിയുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.